ഹല്ല ഗൈസ്, പുന്നാറ് ഗൈസ്, മുത്തുമണി സ്വത്തുമണി ഗൈസ്. സ്വന്തം മകളേനെ, അതും 3.5 4 വയസ്സ് മാത്രം പ്രായമുള്ള മകളേനെ വെള്ളത്തിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ, അതേപോലെ ഭർത്താവിൻ്റെ അനിയനുമായി എക്സ്ട്രാമറിറ്റൽ അഫെയറുള്ള ഒരു സൈക്കോ അമ്മയെ കുറിച്ചിട്ടുള്ള വാർത്തകൾ കുറച്ച് ദിവസമായി നമ്മളെല്ലാവരെയും ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ, നമ്മുടെ ഉറക്കം കളയുന്ന രീതിയിൽ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മളിത് തമാശ രീതിയിൽ പറയേണ്ട ഒന്നല്ല. എൻ്റെ പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പാഠപുസ്തകങ്ങളിൽ, അതേപോലെ കഥകളിൽ, കവിതകളിലൊക്കെ ചെറുപ്പം മുതൽ കണ്ട് പരിചയിച്ച് വരുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, അമ്മ എന്ന് പറയുന്നത് മാലാഖയെ പോലെയാണ്, അല്ലെങ്കിൽ മാലാഖയാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അമ്മ കൂടെ ഉണ്ടായിരിക്കും, അമ്മയെ കണ്ടുപഠിക്കണം, അമ്മയാണ് നമ്മുടെ നട്ടെല്ല്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അമ്മയാണ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾ. നമുക്കൊരു ഇമോഷണലി എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ കാശിന് പെട്ടെന്ന് അത്യാവശ്യം വരുമ്പോൾ, നമുക്ക് വിശക്കുന്ന സമയത്ത്, നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് കൂട്ടി നിൽക്കുന്ന ഒരാളായിരിക്കും അമ്മ എന്ന്. അതായത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഒരു സമാധാനം ആയിട്ടുള്ള ഒരാളാണ് അമ്മ എന്ന്. ഈ ഒരു സാധനമൊക്കെ എടുത്ത് മാറ്റേണ്ട ഒരു സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു പ്രത്യേക അമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരായിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അങ്ങനെയല്ലാത്ത, നമുക്ക് ഇപ്പോൾ പറഞ്ഞ ഈ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത അമ്മമാരെ, അല്ലെങ്കിൽ അത് നേരെ ഓപ്പോസിറ്റായി ചെയ്യുന്ന അമ്മമാരുടെ കഥകൾ, അമ്മമാരെ കുറിച്ചുള്ള കഥകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ പല വാർത്തകളിലായിട്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ആലോചിച്ച് കേട്ടോ. ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ആ അമ്മ ആ ഒരു കുടുംബത്തിൽ ഒരുപാട് ദുരിതം അനുഭവിച്ചിരുന്നു. അവരെ പലരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം, അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളില്ലാത്തൊരവസ്ഥ വന്നിരിക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരങ്ങനെ ചെയ്തത്. ആ കുട്ടിയെ ആ നരകത്തിൽ നിന്ന് രക്ഷിച്ചതായിരിക്കും. എങ്ങനെ? ആ കുട്ടീനെ കൊന്നിട്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അമ്മേനെ വീണ്ടും മാലാഖവൽക്കരിക്കാനുള്ള, അല്ലെങ്കിൽ അമ്മേനെ അമ്മ പാവം അമ്മ ആ ഒരു രീതിയിലാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഒരു കൺസേൺ ഇതാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, എൻ്റെ ഒരു വളരെ സ്വാഭാവികമെന്ന് എനിക്ക് തോന്നുന്ന ഒരു സംശയമാണ്. അവിടെ വാർഡ് മെമ്പർ, ടീച്ചർ, വാർഡ് മെമ്പർ, സ്കൂളിലെ ടീച്ചേഴ്സ്, അല്ലെങ്കിൽ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ, അടുത്ത വീട്ടുകാരൊക്കെ, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ ഉണ്ട്, അല്ലേ, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, അമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളും കുറേ കാര്യങ്ങളുണ്ട്. ആരോടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരിക്കുമല്ലേ. ഇത് ചെയ്യേണ്ട